സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മെല്ലകശ്ശേരി. ഗാസയെ സംബന്ധിച്ച്, ഗാസ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ കൂടിയ വാർ ക്യാബിനറ്റിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഫുൾ ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം മാത്രം ഒരു തീരുമാനം പുറത്തേക്ക് പ്രഖ്യാപിച്ചാൽ മതി എന്നാണ് നെതന്യാഹു തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ കൂടിയ വാർ ക്യാബിനറ്റിൽ ഇതിനെ സംബന്ധിച്ച് ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ആശങ്ക ഇതാണ്: ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ കയ്യിലുള്ള ബന്ദികളെ സംബന്ധിച്ച് ഈ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ചാണ് ഈ ഡിസ്കഷൻ എന്തായാലും വരിക. അപ്പം 20 മുതൽ 22 വരെ ആളുകൾ ജീവനോടെ ബന്ദികളായി പലസ്തീൻ ഭീകരരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് തിരിച്ചു കിട്ടാൻ ഇത് ഉപകരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത് കൊണ്ട് അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വീണ്ടും മങ്ങുമോ എന്നൊക്കെയുള്ള ഡിസ്കഷനാണ് ഇന്നലെ പ്രധാനമായും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു തീരുമാനത്തിലെത്തിക്കാൻ സാധിക്കാതെ വരാത്തത് കൊണ്ട് നെതന്യാഹുവിന്റെ നിലപാട് ഒരു തരത്തിലും അവർ ബന്ധികളെ തിരിച്ചു തരികയില്ല. അത് ഫോഴ്സ്ഫുള്ളായി വാങ്ങിയെടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഒരു നെഗോസിയേഷന്റെ ഭാഗമായിട്ടും ഹമാസ് ഭീകരര് ഒരു കാരണവശാലും ബന്ധികളെ തിരിച്ചു തരികയില്ല എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ നിലപാട്. ആ നിലപാടാണ് ശരിതാനും. അവര് എല്ലാ നെഗോസിയേഷൻ ടേബിളുകളിൽ നിന്നും ഈ ബന്ധികളെ കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് ഹമാസ് പിൻവലിയുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം നമുക്കറിയാം. ഹമാസിനെ സംബന്ധിച്ച് ഏത് സമാധാന ചർച്ചകൾക്ക് ശേഷമാണെങ്കിലും ഇസ്രായേൽ അവരെ വേട്ടയാടി പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇസ്രായേൽ വേട്ടയാടി പിടിക്കാതിരിക്കാൻ അവരുടെ ആകെയുള്ള ഒരു ജാമ്യ വസ്തു എന്ന് പറയുന്നത് ബന്ധികളായതുകൊണ്ട് അവർ ഒരു കാരണവശാൽ ആ ബന്ധികളെ വിട്ടുകൊടുക്കില്ല. അപ്പൊ അത് നെതന്യാഹുവിന് കൃത്യമായി അറിയാം. മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു സമയത്തിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. ഈവൻ ട്രംപിന് പോലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത് അവർ ഗാസ ഏറ്റെടുക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു കാരണവശാൽ അതിനെ എതിർക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അത് അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ അത് റെഗുലറൈസ് ചെയ്യപ്പെടും. അതുവരെ ആ ചർച്ച കുറച്ച് നീണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. യുദ്ധം വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. സമാധാന ചർച്ചകളൊക്കെ നിന്നു കഴിഞ്ഞു. ഇപ്പൊ സമാധാന ചർച്ചകളൊന്നും നിലവിലില്ല. യുദ്ധം അതിശക്തമായി തുടരുകയാണ്. അപ്പൊ വലിയ താമസിയാതെ ഈ ഗാസ മുഴുവനായിട്ടും ഇസ്രായേൽ പിടിച്ചടക്കുകയും അതിന് ഗാസയുടെ ഭാവി പിന്നീട് എന്താവും എന്നുള്ളതാണ് പിന്നീട് വരിക. അപ്പം വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പലസ്തീന്റെ മറ്റേ പ്രദേശമായ വെസ്റ്റ് ബാങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വെസ്റ്റ് ബാങ്ക് 1948 യുദ്ധത്തിന്റെ ഭാഗമായി വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും ജോർദാന്റെ കയ്യിലായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് ജോർദാൻ അവിടെ താമസിച്ചിരുന്ന ജൂതന്മാരെ അവർ ചവിട്ടി പുറത്താക്കിയിരുന്നു. അവരുടെ കയ്യിലേക്ക് ആ പ്രദേശം എത്തിയ സമയത്ത് 1.5 ലക്ഷത്തോളം ജൂതന്മാർ ആ പ്രദേശത്ത് താമസമുണ്ടായിരുന്നു, വെസ്റ്റ് ബാങ്കിലും ഈസ്റ്റ് ജെറുസലേമിലുമായിട്ട്. അപ്പം ആ വെസ്റ്റ് ബാങ്കിലും ഈസ്റ്റ് ജെറുസലേമിലും ഉണ്ടായിരുന്ന ജൂതന്മാരെ മുഴുവൻ അന്ന് ജോർദാൻ ചവിട്ടി പുറത്താക്കി. അവിടെ അറബികളെ മാത്രം അവശേഷിപ്പിച്ചു. അപ്പൊ ഈ ആളുകളെ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ മാത്രം ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് മുസ്ലിം രാജ്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ അവസാനം ഇസ്രായേൽ മാത്രം ആളുകളെ ഇറക്കി വിട്ടു, അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രം അവരുടെ പ്രദേശത്ത് മുസ്ലിങ്ങളെ പുറത്താക്കി, ഇത്തരത്തിലുള്ളത് മാത്രമേ ബാക്കി വരുന്നുള്ളൂ. ഈ ജോർദാൻ ചെയ്ത കാര്യമൊന്നും ആർക്കും ഓർമ്മയില്ല ഇപ്പം. അപ്പൊ 48 യുദ്ധത്തില് അവര് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ മുഴുവൻ തുടച്ച് പുറത്താക്കി അത് ഒരു മുസ്ലിം ഏരിയ ആക്കി ക്ലീൻ ആക്കി വെച്ചു. പിന്നീട് 67 യുദ്ധത്തിൽ ഇസ്രായേൽ അത് തിരിച്ചു പിടിച്ചു. ഈ ഈസ്റ്റ് ജെറുസലേമും തിരിച്ചു പിടിച്ചു, വെസ്റ്റ് ബാങ്ക് ഏരിയയും തിരിച്ചു പിടിച്ചു. അപ്പൊ അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞ് ഇസ്രായേൽ ആദ്യം തന്നെ ചെയ്തത് അവർ പുറത്താക്കിയ ആളുകളെ കൊണ്ടുപോയിട്ട് വെസ്റ്റ് ബാങ്കിൽ താമസിപ്പിക്കുക ചെയ്തത്. ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നും ജോർദാൻ പുറത്താക്കി മുഴുവൻ ജൂതന്മാരെയും തിരിച്ച് കൊണ്ടുപോയിട്ട് വെസ്റ്റ് ബാങ്കിൽ തന്നെ താമസമാക്കുകയാണ് ഇസ്രായേൽ ആദ്യം ചെയ്തത്. അതിനുശേഷം പിന്നീട് ആ പ്രദേശം തങ്ങളുടേതാണെന്നുള്ള അവകാശവാദം നിരന്തരമായിട്ട് ജോർദാൻ ഉന്നയിച്ചുകൊണ്ടിരുന്നു. തങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലൂടെ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നീട് 1995 ഓസ്ലോ അക്കോർഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഓസ്ലോ അക്കോർഡ്സിന്റെ ഭാഗമായി ആ സ്ഥലത്തിന്റെ മേലെയുള്ള ക്ലെയിം ജോർദാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. പിന്നീട് ആ ഏരിയനെ ABC എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചു. അങ്ങനെ കണ്ടിന്യൂസ് ഏരിയ ഒന്നുമല്ല, ഇങ്ങനെ വട്ടം വരച്ചാണ് ഈ മൊത്തം വെസ്റ്റ് ബാങ്ക് ഏരിയയിൽ ഇങ്ങനെ കുറെ സർക്കിൾസ് ആക്കി. സർക്കിൾസിന് A എന്ന് പേരിട്ടു, വേറെ ചില ഭാഗത്തിന് B എന്ന് പേരിട്ടു, വേറെ ചില ഭാഗത്തിന് C എന്ന് പേരിട്ടു. അപ്പൊ A എന്ന് പറയുന്ന പാർട്ട് അത് 18% മാത്രമേ ഉള്ളൂ. ആ 18% ഏരിയ പാലസ്തീനികൾക്ക് ഭരണം ഉള്ളതാണ്. ആ ഏരിയയിലെ പൂർണ്ണമായ ഭരണം പാലസ്തീനികളുടേതാണ്. B എന്ന് പറയുന്നത് 20% ഏരിയയാണ്. ഈ 20% ഏരിയയിൽ ചില കാര്യങ്ങൾ മാത്രം പാലസ്തീനികൾക്ക് അധികാരമുണ്ട്. അതിന്റെ പോലീസിങ്ങും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഇസ്രായേലാണ്.
പിന്നെ ഏരിയ സി എന്ന് പറയുന്നത് 62% വരുന്ന ഏരിയയാണ്. ആ 62% വരുന്ന ഏരിയ പൂർണ്ണമായിട്ടും ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്. അത് ഇസ്രായേലിന്റെ ഭരണത്തിലാണ്. അപ്പൊ അവിടെ അതിന് ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ജൂദയ സമേരിയ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. കാരണം ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഈ പ്രദേശം എക്സ്ക്ലൂസീവ്ലി പഴയ നിയമത്തിലെ ജൂദയായുടെയും സമേറിയയുടെയും ഭാഗങ്ങൾ തന്നെയാണ്. കുറച്ച് ഭാഗം കൂടെ കൂടുതൽ ജൂതയാലുണ്ട്, അത് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. അത് കൂടാതെ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലുള്ള ഏരിയ കൃത്യമായിട്ട് ജൂദയ സമേറിയ രാജ്യങ്ങളുടെ ഭാഗമാണ്. അപ്പൊ അതിൽ ജെറുസലേമിന് വടക്കോട്ടായി കിടക്കുന്ന ഭാഗം സമേറിയായും ജെറുസലേമിന് തെക്കോട്ടായി കിടക്കുന്ന ഭാഗം യൂദയ ഏരിയയുമാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്രായേൽ അതോറിറ്റി അതിനെ യൂദയ സമേറിയ ഏരിയ എന്നാണ് വിളിക്കുന്നത്. അവരതിനെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കാറില്ല, യൂദയ സമേറിയ ഏരിയ എന്നാണ്. ഇത് ജോർദാന്റെ പടിഞ്ഞാറേ കരയായതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്ക് എന്ന് ഈ പ്രദേശത്തിന് പേര് വന്നത്. വാസ്തവത്തിൽ അത് ജോർദാൻ ഇട്ട പേരാണ്. ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് ജോർദാനാണ് ഇട്ടത്. കാരണം അവരുടെ രാജ്യത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് പടിഞ്ഞാറ് ഭാഗമാണ്, നേരെ മറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് കിഴക്ക് ഭാഗമാണ്. അപ്പൊ ഈ വെസ്റ്റ് ബാങ്ക് എന്നാണ് പേരെങ്കിലോ ഇസ്രായേലിന്റെ കിഴക്കൻ ഭാഗമാണ്. ഇനി വെസ്റ്റ് ബാങ്കില് ഇവരുടെ ഏരിയ എ എന്ന് പറയുന്നത് പ്രധാനമായും ജോർദാൻ നദിയോട് ചേർന്ന് വരുന്ന പ്രദേശമാണ്. അതായത് ജോർദാൻ എന്ന രാജ്യത്തിന്റെ ബോർഡറിൽ വരുന്ന ഏരിയ മുഴുവൻ തന്നെയും ഈ ഏരിയ എയിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പരിപൂർണ അധികാരത്തിലുള്ള അഡ്മിനിസ്ട്രേഷനിൽ പെടുന്നതാണ്. അത് ബോർഡർ സേഫ് ആക്കാനും കൂടി വേണ്ടി അവർ ചെയ്തതാണ്. ഇനി ബാക്കി ഏരിയ ബിയും ഏരിയ സിയും ചെതറിക്കിടക്കുന്ന പ്രദേശങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഇടയിലെല്ലാം ഏരിയ സി ഉണ്ട്. അപ്പം ഈ ജൂതന്മാര് എൻറ്റയർ വെസ്റ്റ് ബാങ്കിൽ ഇങ്ങനെ ചെതറി ജീവിക്കുന്നുണ്ട്. അവരുടെ സെറ്റിൽമെന്റ്സ് ഉണ്ട്. ആദ്യകാലത്ത് വളരെ താല്പര്യത്തോടെ ആളുകൾ പോയി താമസിച്ചത് പ്രധാനമായിട്ടും ഹരേദി ജ്യൂസ് ആണ്. അതായത് അവരുടെ തന്നെ ജൂതന്മാരുടെ ഇടയിൽ തന്നെ തീവ്രവാദികളായിട്ടുള്ള ജ്യൂസ്, സയനിസവും മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എക്സ്ട്രീം ചിന്തകളുള്ള ജൂതന്മാരുണ്ട്. അവരെയാണ് ഹരേദി ജ്യൂസ് എന്ന് വിളിക്കുന്നത്. അത് മൊത്തം ജൂതന്മാരുടെ എണ്ണത്തിൽ ഒരു 14% അവർ വരുള്ളൂ. പക്ഷെ അവര് മതപരമായ കാരണങ്ങൾ കൊണ്ട് ഈ പഴയ നിയമത്തിലെ ചരിത്രപരമായ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ ഈ ജൂദയ സമേറിയ ഏരിയയിലാണ്, പ്രധാനമായിട്ട് യൂദയ ഏരിയയിലാണ്. അപ്പൊ ഈ യൂദയ ഏരിയയിൽ അവർക്ക് താമസിക്കാനുള്ള താല്പര്യം കൊണ്ട് അവിടെ പോയി താമസിക്കുന്ന റിസ്ക് ഒക്കെ അവര് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ പ്രദേശത്തേക്ക് കുടിയേറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മൊത്തം പോപ്പുലേഷൻ ഏകദേശം 27,47,000 ആളുകളാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് താമസിക്കുന്നത്. അതിൽ 6,70,70,000 ജൂതന്മാരാണ്. ഈ 6,70,000 ജൂതന്മാരിൽ ഏകദേശം 2.2 ലക്ഷം 2,20,000 ആളുകളും താമസിക്കുന്നത് ഈസ്റ്റ് ജെറുസലേമിലാണ്. ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെറുസലേം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഇന്ന് ഇസ്രായേലിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഇസ്രായേലിന്റെ മാപ്പിനോട് ചേർത്താണ് വരയ്ക്കുന്നത്. അത് പൂർണ്ണമായും അവരുടെ അഡ്മിനിസ്ട്രേഷനിലാണ്. നേരെ മറിച്ച് ഈ പാലസ്റ്റീൻ ഏരിയ എന്ന് പറയുന്നത്, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് റിമൈനിങ് ഏരിയ, അവിടെ ഒരു ഇസ്രായേലിന്റെ പരിപൂർണമായ ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനെ ഒരു പ്രത്യേക റീജിയനായിട്ട് ഇസ്രായേൽക്കാർ അതിനെ യൂദയ സമേറിയ റീജിയൻ എന്ന് വിളിക്കും. നമ്മൾ ഇവിടുന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കും. അവിടെ ഒരു പാലസ്തീൻ അതോറിറ്റി ഉണ്ട്. അവർക്ക് നിയന്ത്രിതമായ അധികാരങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ABC റീജിയനുകളിൽ A എന്ന് പറയുന്ന റീജിയനിൽ അവർക്ക് പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. B എന്ന് പറയുന്ന റീജിയനിൽ വളരെ ഭാഗികമായ മാർജിനൽ ആയിട്ടുള്ള നിയന്ത്രണമുണ്ട്. C എന്ന് പറയുന്ന ഭാഗത്ത് അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നേരെ മറിച്ച് ഇസ്രായേൽ അതിന്റെ വിദേശകാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഇസ്രായേലാണ്, ബൗണ്ടറീസ് ഒക്കെ സൂക്ഷിക്കുന്ന ഇസ്രായേലാണ്. പക്ഷെ അത് ഇസ്രായേൽ സോവറിൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് അതിനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇനി ഗാസയും പോകാൻ സാധ്യത. പക്ഷെ ഗാസയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരെ ഈ ആളുകളെ ഏകദേശം ഒരു 10% ഏരിയയിലേക്ക് തടുത്തു കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ഗാസയിലെ എൻറ്റയർ പോപ്പുലേഷനെ ഗാസയുടെ മൊത്തം ഏരിയയുടെ ഒരു 10% ഏരിയയിലേക്ക് ഒരു കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പരിപൂർണമായിട്ടും ഇസ്രായേൽ നിയന്ത്രണത്തിലായാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ ഏരിയയിൽ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്ത്, ഫ്ളാറ്റുകൾ പോലത്തെ സാധനങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് പാലസ്തീനികളെ അവിടെ തന്നെ പാർപ്പിക്കാനാണ് സാധ്യത. ബാക്കി 90% ഏരിയയും ഏകദേശം 87% വരുന്ന ഏരിയ പൂർണ്ണമായും ഇസ്രായേൽ കൈയടക്കുകയും അവിടെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഉള്ളതുപോലെ തന്നെ ജൂയിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യാനാണ് സാധ്യത. സെറ്റിൽമെന്റ്സ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ വീട് വെച്ച് താമസിക്കുന്നത് പോലെ എല്ലായിടത്തും കൊണ്ട് വീട് വെക്കുന്ന രീതികളില്ല. വീട് വെക്കുന്നിടത്ത് കുറെ അധികം വീടുകൾ ഒന്നിച്ചു വെക്കും. അപ്പം അവിടെ ആളുകൾ കൂട്ടത്തോടെ താമസിക്കും. അപ്പൊ സെക്യൂരിറ്റി കൊടുക്കാൻ എളുപ്പമുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങൾ കൃഷിപ്രദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റേ ബാരൻ ലാൻഡായിട്ടോ അതങ്ങനെ കിടക്കും. എല്ലാവരും കൂടി ചെതറി താമസിക്കുന്ന രീതിയില്ല, ഒന്നിച്ച് താമസിക്കും. വെസ്റ്റ് ബാങ്കിൽ ഇപ്പൊ ചെയ്തിട്ടുള്ളത് പാലസ്തീനികൾ എവിടെയൊക്കെ ഉണ്ടോ അതിന്റെ ഇടയിലെല്ലാം പോയിട്ട് ഇസ്രായേൽക്കാർ അവരുടെ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സെറ്റിൽമെന്റുകളിലൂടെ സഞ്ചരിക്കാൻ പോലും പാലസ്തീനികളെ അനുവദിക്കുകയില്ല. അപ്പം പാലസ്തീനി ഏരിയകൾ തമ്മിൽ, അല്ലെങ്കിൽ പാലസ്തീനികൾ വസിക്കുന്ന ഏരിയകൾ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് നടന്നു പോകാൻ പോലും പറ്റില്ല, വാഹനം ഓടിച്ചും പോകാൻ പറ്റില്ല. ഇവരുടെ ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടി ഒരു കാരണവശാലും സമ്മതിക്കുകയാണ്.
അപ്പൊ അങ്ങനെയുള്ള ആ രീതിയിലുള്ള സെറ്റിൽമെന്റുകൾ ഗാസയിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവര് ആത്യന്തികമായിട്ട് ഇപ്പം ജ്യൂസിന്റെ ഇടയിൽ ഈ ഗാസ റീജിയൻ പൂർണ്ണമായും ഇവരെ ഒഴിവാക്കണം, പാലസ്തീനികളെ പരിപൂർണമായും അവിടുന്ന് ഒഴിവാക്കി ഗാസ പരിപൂർണമായിട്ട് ക്ലീൻ ആക്കി ഇങ്ങെടുക്കണം, എന്നിട്ട് അത് ഇസ്രായേലിനോട് ചേർക്കണം എന്ന് വാദിക്കുന്ന എക്സ്ട്രീം റൈറ്റ് വിങ്ങിൽ പെടുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇസ്രായേൽ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനത്തിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഇവര് ഈ പാലസ്തീനികള്, അത് ഹമാസ് അടക്കമുള്ള ആളുകൾ, അവരുടെ വിചാരം നിലവിളി കൊണ്ട് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ബ്രിട്ടനെ പോലത്തെ, ഫ്രാൻസിനെ പോലത്തെ, കാനഡയെ പോലത്തെ ആളുകൾ അവിടെ നിന്നോട് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നവരായിരിക്കുന്നു. ഒരു കാര്യവുമില്ല. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ വേറെ വിഷയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഇതിനു മുകളിൽ ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു പുതിയ വിഷയം കിട്ടിയാൽ അവർ അതിന്റെ പുറകെ പോകും. അന്നേരം പാലസ്തീനികളുടെ കാര്യമൊക്കെ എല്ലാവരും മറന്നുപോകും. വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചൊക്കെ സംഭവിച്ച കാര്യം ഇത് തന്നെയാണ്. ആദ്യം കുറെ നിലവിളികളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് എല്ലാവരും അത് വിട്ടു. നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് മറന്നു. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരവരുടെ താല്പര്യങ്ങൾ ഉണ്ട്. ഇസ്രായേലിനെ പോലെ ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ നിന്ന് ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ബിസിനസ് ബന്ധങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. സ്വാഭാവികമായും ഇസ്രായേൽ എന്ന് പറയുന്ന ഔദ്യോഗിക രാജ്യത്തോട് ബന്ധപ്പെടാൻ മാത്രമായിരിക്കും ആളുകൾക്ക് താല്പര്യം. മറ്റവരുടെ പട്ടിണിയും അവരുടെ അടിമത്വവും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സൗകര്യപൂർവ്വം ലോകം മറന്നു കളയുകയും ഈ ഹമാസിന്റെ ഈ വലിയ പ്രവൃത്തി കൊണ്ട് എൻ്റെ പാലസ്തീനുകൾ പതിയെ പതിയെ അവിടുന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം.